നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാ കാലത്തിനും സമയത്തിനും സന്ദർഭത്തിനും അനുയോജ്യമാണ് മഹാനായ മുത്തനബിയുടെ ഹദീസുകൾ. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, സയജീഉ ഫീ ആഖിരി സമാൻ, അവസാന കാലത്തിൽ ഉണ്ടാകും അഖയാലും ചില ആളുകൾ യകൂനു വുജൂഹുൽ ആദമീൻ, അവരുടെ മുഖങ്ങൾ മനുഷ്യന്റെ മുഖങ്ങളായിരിക്കും. അവരുടെ ഹൃദയങ്ങളോ പിശാചിന്റെ ഹൃദയങ്ങളായിരിക്കും. അഥവാ മനുഷ്യന്റെ കോലമായിരിക്കും. കടിക്കുന്ന ചെന്നായിക്കളെ പോലെ ആയിരിക്കും അവരുടെ ഹൃദയങ്ങൾ. നോമ്പ് നോക്കുന്നത് കാരണം ഹൃദയത്തിലുള്ള കുരുക്ക് പോയകള്, ഹൃദയത്തിലുള്ള ദേഷ്യങ്ങള്, കാപട്യങ്ങളൊക്കെ മാറ്റാൻ നോമ്പ് വഴി നമുക്ക് സാധിക്കുന്നു. എന്റെ മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നോമ്പിനെ കുറിച്ച് നമുക്കറിയാം. ഇൻഷാ അല്ലാഹ് ശഅബാൻ 29 നാളെ. നാളെ മാസം കണ്ടാൽ ഇൻഷാ അല്ലാഹ് നാളെ മഗ്‌രിബോടുകൂടെ വിശുദ്ധമായ റമദാനിലേക്ക് നമ്മൾ പ്രവേശിച്ചു. നാളെ തന്നെ തറാവീഹ് നിസ്കാരവും ഞായറാഴ്ച റമദാൻ ഒന്നുമായിരിക്കും. അല്ലെങ്കിൽ 30 പൂർത്തീകരിച്ചാൽ തിങ്കളാഴ്ച ഏതായാലും നോമ്പ്. കൂടുതൽ ഇൻഷാ അല്ലാഹ് നാളെ തന്നെ മാസം കാണാൻ സാധ്യതയുണ്ട്. അല്ലാഹു നമുക്ക് കൂടുതൽ ദിവസങ്ങൾ റമദാനിൽ ലഭിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ നമുക്ക് മറിച്ച് പറയാനുണ്ട്, ഒന്നുമില്ല നോമ്പിനോട് കിടപിടക്കുന്ന മറ്റൊരു അമലും ഇല്ല എന്ന് മഹാനായ മുത്തനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഉമാമത്തുൽ ബാഹിലിയോട് പറഞ്ഞു. മഹാന്മാർ രേഖപ്പെടുത്തുന്നു, അബൂ ഉമാമ വലംറഅതുഹു വലാ ഖാദിമുഹു ഇല്ലാ സിയാമാ. ഇത് നബി തങ്ങൾ പറഞ്ഞതിന് ശേഷം മഹാനായ അബൂ ഉമാമയും അവിടുത്തെ ഭാര്യയും അവിടുത്തെ സേവകനും ഞങ്ങളെല്ലാവരും നോമ്പനുഷ്ഠിക്കുന്നവരായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. മാത്രമല്ല വകാന അബൂ ഉമാമത ലാ യുറാ ഫീ ബൈതിഹി തുഫാനു നഹാറാ. മഹാനായ അബൂ ഉമാമയുടെ വീട്ടിൽ അതാ ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്ന ഒരു പുകയും പിന്നെ കാണപ്പെട്ടിട്ടില്ല. അവരുടെ വീട്ടിൽ വല്ല അതിഥികളും വന്നാൽ മാത്രമേ അവരുടെ അടുപ്പ് പുകയാറുള്ളൂ. മഹാനായ അബൂ ഉമാമയുടെ വീട്ടിൽ അതിഥികൾ വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കാറുള്ളത് പകൽ സമയങ്ങളിൽ അവിടുന്ന് അടുപ്പ് പുകയുമ്പോഴാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട്